ഞങ്ങൾ 4 പെൺമക്കളാണ്. ഞങ്ങൾക്ക് മൂത്തതായിട്ട് 2 ആളുണ്ട്. ഞങ്ങൾക്ക് പഠിക്കാനോ അതിനൊന്നും ചെലവിനൊന്നും കാശ് കയ്യിലില്ല. നിങ്ങളാലാവണ സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. മൊത്തം ചെയ്തു തരണം. ഞങ്ങൾക്ക് സഹിക്കാൻ മാത്രം ഞങ്ങൾക്ക് ആരുമില്ല. അസ്സലാമു അലൈക്കും. നമസ്കാരം. മുഹമ്മദ് അലി ചാലിയമാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പുതുക്കോട് പഞ്ചായത്തിൽ 3-ാം വാർഡിൽ താമസിക്കുന്ന നമ്മുടെ ദേവേട്ടൻ്റെ വീടിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിയാൽ ഒരുപാട് പ്രയാസത്തോടു കൂടി കെട്ടിപ്പടുത്ത് ഉയർത്തിയൊരു വീടാണ്. എല്ലാവരുടെ സ്വപ്നമാണ് ഒരു വീട്, അല്ലേ? നിങ്ങളൊന്ന് നോക്കിയാൽ എല്ലാ വീടുകളും നല്ല മനോഹരമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ദേവേട്ടൻ്റെ വീട് സങ്കടത്തോടു കൂടി നോക്കി കാണുകയാണ്. എല്ലാം ഒരു മയക്ക് പൊട്ടി തകർന്നു. അന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ അഡ്മിറ്റ് ആയിരുന്നു അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, ദേവേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു. ആ മക്കളെ നിങ്ങളാരും കൈവിടല്ലേ, സഹായിക്കണേ. വളരെ പ്രയാസത്തോടു കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുകയാണ്. നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാനും ഈ നാട്ടുകാരും നിങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ടുന്നത്. നിങ്ങൾ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയോട് കൂടി. അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിൽ പുതുക്കോട് പഞ്ചായത്തിൽ 3-ാം വാർഡിലാണ്. ഞാൻ ജഗദീഷ് അത്തിപ്പറ്റ. ഒരു കണ്ണില് വിഷമകരമായ കാഴ്ചയാണ് നിങ്ങളുടെ മുന്നിൽ. ഈ വീട് കണ്ടില്ലേ നിങ്ങൾ? ഇതിൽ ആള് താമസം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും മരണമായിരിക്കും സംഭവിക്കുക. ദേവേട്ടൻ 40 വയസ്സ്, ഒരു ഡ്രൈവറായിരുന്നു ആള്. 4 പെൺമക്കളാണ്. പറക്കമുറ്റാത്ത 4 പെൺമക്കളെ പഠിപ്പിക്കാനോ ഭക്ഷണം കൊടുക്കാനോ കഴിയാതെ ഇവിടെ നമ്മൾക്ക് മുന്നിൽ സാമ്പത്തികമാണ്. ഈ വീടും പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് സഹായിക്കണം. കൈകൂപ്പി അപേക്ഷിക്കണം. ദൈവത്തോട് പോലെ നിങ്ങളോട് ഓരോരുത്തരോടും കൈകൂപ്പി അപേക്ഷിക്കണം. സഹായിക്കണം. എല്ലാവർക്കും അതിൻ്റെതായ പ്രതിഫലം കിട്ടും. പുതുക്കോട് പഞ്ചായത്തിലെ 3-ാം വാർഡിൽ താമസിക്കുന്ന ദേവൻ്റെ 4 പെൺകുട്ടികളാണ്. കുട്ടികളുടെ പഠിപ്പിനും ചിലവിനും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാത്ത ഒരു ദയനീയ അവസ്ഥയിലാണ്. ദേവൻ്റെ വീട് പൂർണ്ണമായും വാസയോഗ്യമില്ലാതായിരിക്കുകയാണ്. ദേവേട്ടൻ്റെ വീട് പൂർണ്ണമായും ഈ മഴയത്ത് 1 മാസത്തിൽ മേലെയായി പൂർണ്ണമായും കാറ്റിലും മഴയിലും വീണ് എല്ലാം പീസായി കിടക്കുകയാണ്. വാസയോഗ്യമില്ലാതായിരിക്കുന്നു. നിങ്ങളാലാവുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്ത് നല്ലൊരു വീടും വാസയോഗ്യമായ ഒരു വീടും കുട്ടികൾക്ക് കഴിക്കാനുള്ള നല്ല ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ഓരോരോ രൂപയും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും നമ്മുടെ ഈ നല്ലവരായ പ്രവാസികളും ഈ നാട്ടിലെ എല്ലാ വായനശാലകളും ക്ലബ്ബുകളും നാട്ടുകാരും ചേർന്ന് ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങളെ എല്ലാവരുടെയും സഹായം